മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ ഇബ്നു അബീ സുഫിയാൻ എന്നവരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കത്തെഴുതിയിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവിയോട് ചോദിച്ച ചോദ്യം ഇതാണ്: അനിക്തുബി ലീ മൗഇലതൻ വഔജിസി. ആയിഷ ബീവി, എനിക്കൊരു ഉപദേശം നിങ്ങൾ എഴുതി തരണം, അത് കുറെ എഴുതരുത്, കുറച്ചു മതി. അങ്ങനെയാണ് കുറച്ച്, എപ്പോഴും നല്ലത് അങ്ങനെയാണ്. ഷോർട്ട് ആൻഡ് പ്രിസൈസ് അല്ലേ, വളരെ ചുരുക്കി ചെറുതാക്കി എഴുതണം എന്നാണ്. വാത് പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പത് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ തന്നെ വാത് നിർത്തേണ്ടി വരും. കുറെ പറയാതെ കുറച്ച് പോയിന്റുകൾ പറഞ്ഞ് നിർത്തിയാൽ അത്ര മതി എന്നാണ്. പക്ഷെ സംഘാടകര് വിടൂലല്ലോ. ഇങ്ങനെയൊക്കെ ആൾക്ക് കൂട്ടിയിട്ട് ഇപ്പൊ 1 മണിക്കൂർ 1/2 മണിക്കൂർ പറഞ്ഞിപ്പോ ഇതാ സുന്നത്തെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാലേ ശരിയാവൂലല്ലോ. അതുകൊണ്ട് പിന്നെ പറയാണ്, നിങ്ങൾക്ക് തിരക്കില്ലോല് പോയിക്കോളിട്ടോ. ഞാനത് എന്റെ സൗകര്യം പറയണം. മൂത്രമൊഴിക്കാനോ ഷുഗറിലോല് വിശക്കുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. എന്റെ സദസ്സിൽ എന്റെ കാര്യം ഞാൻ പറയാലോ, ആരും ഇങ്ങനെ ഇറങ്ങിപ്പോയിന്ന് വെച്ചാൽ എനിക്കൊരു വിഷമം തോന്നാറില്ല. ഓൽക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കാറുള്ളത്. അപ്പോ അങ്ങനെ ആരും വിഷമിച്ചിരിക്കരുത്. ചിലപ്പോൾ ഈ ചർച്ച ഇച്ചിരി നീണ്ടുപോയേക്കും. വല്ലാണ്ട് നീണ്ടുപോകുന്നില്ല, 12 മണിക്കപ്പുറം ഒന്നും പോകില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു മൂജസായിട്ടാണ് പറയുന്നത്, ചുരുക്കിയിട്ടാണ് പറയുന്നത്. നബിതങ്ങളും അങ്ങനെ ജവാമിഉൽ കലിം, വളരെ പ്രിസൈസ് ആയിട്ട് ആശയ സമ്പുഷ്ടമായ വാക്കുകൾ പറയും. ആയിഷ ബീവിയോട് പറയാം, ആയിഷ ബീവി ഒരു ഉപദേശം തരണം. ആയിഷ ബീവി ആരാ ചോദിക്കുന്നത്? ഭരണാധികാരിയായ മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ആയിഷ ബീവി ഒരു ഉപദേശം തരൂ. നമ്മൾ അങ്ങനെ ചോദിക്കണം ആലിമീങ്ങളോട്, നിങ്ങളൊരു ഉപദേശം തരും, എനിക്ക് നന്നാവണം, ഒരു ഉപദേശം തരണം എന്ന് പറയണം, ചോദിച്ചു വാങ്ങണം എന്നാണ്. മനസ്സ് കടുത്തു പോകുമ്പോ മനസ്സിന് ഒരു നൈർമല്യം വരാൻ എന്തെങ്കിലും ദിക്ർ പറഞ്ഞു തരൂ, ഒരു നന്മ പറഞ്ഞു തരൂ, എനിക്കൊരു ഉപദേശം തരൂ, ഇങ്ങനെ വിവരമുള്ളവരോട് ചോദിക്കണം എന്നാണ്. അപ്പൊ ആർക്കപ്പം നേരുള്ളതില്ലേ? ഇതിനൊക്കെ ഇടയ്ക്ക് സമയം കണ്ടെത്തണം. നമ്മുടെ ആഖിറത്തിന്റെ വിഷയമാണ്. അൽഹംദുലില്ലാഹ്. ആയിഷ ബീവി അനിക്തുബി ലീ മൗഇലതൻ വഔജിസി. ആയിഷ ബീവി ഒരു ചെറിയ ഉപദേശം, കുറെ വേണ്ട, കുറച്ചു മതി, ഒരു ഉപദേശം തരണം എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹംദും സ്വലാത്തും എഴുതിയിട്ട് പറഞ്ഞു, അമ്മാ ബഅദു. ഹംദും സ്വലാത്തും കഴിഞ്ഞിട്ട് ആയിഷ ബീവി കൊടുത്ത ഉപദേശം ഇതാണ്, ഒരു ഹദീസാണ്. فإني سمعت رسول الله صلى الله عليه وسلم يقول. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിഷ ബീവി പറയാൻ, മൻ അർളന്നാസ ബിസഖത്തില്ലാഹ് സഖിതല്ലാഹു അലൈഹി വഅസ്ഖത അലൈഹിന്നാസ്. ജനങ്ങളെ സന്തോഷിപ്പിക്കാനും ജനങ്ങളുടെ കയ്യടി വാങ്ങാനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ, ഇങ്ങനെ ജനങ്ങളെ സന്തോഷിപ്പിക്കുക, ആ ചെയ്യുന്ന പണി അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നവൻ അറിയാം. അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തിയിട്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ സഖിതല്ലാഹു അലൈഹി, അള്ളാഹു അവനോട് ദേഷ്യപ്പെടും. വഅസ്ഖതന്നാസ അലൈഹി, അവന്റെ മേൽ ജനങ്ങളെ അള്ളാഹു ദേഷ്യപ്പെടുത്തും. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത പണിയാണ്, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതാ ചെയ്തത്, ജനങ്ങൾക്ക് ഇവനോട് വെറുപ്പുണ്ടാവുന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇത് വലിയ അനുഭവമുള്ള ഹദീസാണെന്നാ പറയാം, മുജറബായ സംഭവമാണ്. വമൻ അർളല്ലാഹ ബിസഖത്തിന്നാസ്, ജനങ്ങൾക്ക് ദേഷ്യമുള്ള കാര്യം എന്നാൽ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ചെയ്തു. ഇപ്പൊ ജനങ്ങൾ സ്ഥിരം ചെയ്യുന്ന ഏർപ്പാടുണ്ടാവും, അതിപ്പോ എന്താ എല്ലാവരും ചെയ്യണതല്ലേ? ഒരു പലിശക്കെടുക്കലോ ഒരു പണയം വെക്കലോ, അതൊക്കെ ഇപ്പൊ എന്താ കുഴപ്പം? അതൊക്കെ എല്ലാവരും ചെയ്യണില്ലേ? അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ട, അള്ളാഹുവിന് ഇഷ്ടപ്പെടുവല്ലോ. അങ്ങനെ വന്നാലോ എന്തുണ്ടാവും? റളിയല്ലാഹു അൻഹു, അള്ളാഹു അയാളെ ഇഷ്ടപ്പെടും. വഅർളാ അൻഹുന്നാസ്, ജനങ്ങളുടെ മനസ്സിനുള്ളിൽ ആ മനുഷ്യനോടൊരു സ്നേഹം അള്ളാഹു ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഇതാണ് മുആവിയ തങ്ങൾക്ക് കൊടുത്ത ഉപദേശം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം, ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആവട്ടെ. ചിലപ്പോ നാട്ടുകാരൊക്കെ വീട്ടുകാരൊക്കെ തെറ്റിന്ന് വരും, വീട്ടുകാരൊക്കെ പിണങ്ങിന്ന് വരും. ഇപ്പൊ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുക, അമ്മോനും പറയും, അമ്മോനല്ല അമ്മാവൻ പറയും, വാപ്പയും പറയും, ഉമ്മയും പറയും, നീ വാങ്ങിക്കോ, 2 ലക്ഷം വാങ്ങിക്കോ, 100 പവനും നമ്മുടെ പെങ്ങൾക്ക് കൊടുത്തതല്ലേ. ഇപ്പം പറയും, എനിക്കതൊന്നും വേണ്ട, ഒരു സ്വാലിഹത്തായ പെൺകുട്ടിയാണ്, അള്ളാഹുവിനെ
അനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയാണ്. മഹർ ഞാൻ കൊടുത്തോളം എനിക്കൊന്നും വേണ്ട. അമ്മാവൻ പറയും, ആ കല്യാണത്തിന് ഞാൻ വരൂല. ഞാൻ പറഞ്ഞ് നടന്നിട്ടില്ലല്ലോ അല്ലേ. വീട്ടുകാരെ പറയും, എന്നാ പിന്നെ ചെലവൊക്കെ ഇയ്യാണ് വഹിച്ചാൽ വാപ്പാന്റെ സഹായം ഉണ്ടാവൂല, വാപ്പാന്റെ വക ഒരു ഭീഷണി. ഉമ്മ പറയും, കുട്ടിയെ പുതിയണ്ണിനെ മാറ്റാനൊന്നും ഇവിടുന്ന് ആരും ഞാൻ പറഞ്ഞേക്കൂലട്ടോ. ആയിക്കോട്ടമ്മ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി, എന്നാൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല. ഇവന്റെ ഈ നിലപാടിലേക്ക് ജനങ്ങളുടെ മനസ്സിനെ അള്ളാഹു ഇഷ്ടപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഒരു വിഷമം ഉണ്ടാവില്ല. അള്ളാഹു തആല അവനെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ.